ആപ്കി അദാലത്തിൽ പാകിസ്ഥാനി അഭിനേത്രിയായ മീരയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മീര മാഡം, ഈ കോൺട്രവേഴ്സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീര എവിടേക്ക് പോകുന്നോ അവിടെയെല്ലാം കോൺട്രവേഴ്സി ഉണ്ടാകുന്നെന്നാണ് പറയുന്നത്. ഒരു പാട്ട് കേട്ടിട്ടില്ലേ, ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ നീയും കാണുമെന്ന്. അതുപോലെ കോൺട്രവേഴ്സിയും താങ്കളുടെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അത് കോൺട്രവേഴ്സി ആവും. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാരുണ്ടല്ലോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ? ഞാനല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലി മാത്രമേ ചെയ്യാറുള്ളൂ. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും എൻ്റെ ജോലിയുടെ പുറത്തായിരിക്കും. സോ പ്രസ്, മീഡിയ, അവരൊക്കെയാണ് ഈ കോൺട്രവേഴ്സിയുടെ പുറകിൽ, അല്ലാതെ ഞാനല്ല. ഇത് സത്യമല്ലേ? പാകിസ്ഥാനിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇന്ത്യയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, മഹേഷ് ഭട്ടിന്റെ സിനിമയിൽ. അതെ, ഇത് പാകിസ്ഥാനിൽ ഒരു വളരെ വലിയ ന്യൂസായിരുന്നു. ഇത് സത്യമാണ്. ബിക്കോസ് സൽമാഗ പിന്നെ സേവ ബക്തിയാർ ഹിന്ദുസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ബ്രിട്ടീഷ് നാഷണാലിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ള പാസ്പോർട്ടാണെങ്കിൽ പാകിസ്ഥാൻ പാസ്പോർട്ടാണ്. ഞാൻ പാകിസ്ഥാനിലെ പെൺകുട്ടിയാണ്. സോ അതുകൊണ്ട് ഞാനും ഈ കാര്യത്തിൽ, ബിക്കോസ് ആഫ്റ്റർ 56 ഇയേഴ്സ് എന്തൊരു വലിയ കാര്യമാണ് നടന്നത്. ഹിന്ദുസ്ഥാനിലെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. അങ്ങനെ പല ഡയറക്ടേഴ്സും വന്ന് പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് കോ പ്രൊഡക്ഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഈ 56 ഇയേഴ്സിൽ കാര്യങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ, അല്ലാതെ പ്രാക്ടിക്കലി ഒന്നും നടന്നില്ല. ഫൈനലി നമ്മുടെ മഹേഷ് ജി, അദ്ദേഹം ഇവിടുന്ന് പാകിസ്ഥാനിൽ കാര ഫിലിം ഫെസ്റ്റിവലിന് വന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് മഹേഷ് ജി ആയിട്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണം പാകിസ്ഥാന്റെ കൂടെ എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും അതിൻ്റെ ഒരു പാർട്ടാവണം എന്ന്, അങ്ങനെ അവരുടെ ഫിലിമിൽ ജോലി ചെയ്യണം എന്ന്. സോ എനിക്കപ്പോൾ തോന്നി വെറുതെ വർത്തമാനം പറഞ്ഞതല്ലേ ഉള്ളൂ, ഇങ്ങനെയൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന്. പക്ഷെ മറ്റു പാകിസ്ഥാനി ആക്ട്രസസും ഇവിടെ വന്നിരുന്നു. സേബ ബക്തിയാർ വന്നിരുന്നു, സൽമ ആഹ വന്നിരുന്നു. അവരുടെ പിന്നാലെ ഒരു കോൺട്രവേഴ്സിയും വന്നില്ലല്ലോ. ഐ ഡോണ്ട് നോ, ആരും ആ സിനിമയുടെ ഒരു ഷോട്ട് പോലും കണ്ടിട്ടില്ല. ഫിലിമിൻ്റെ പ്രൊമോസ് ഇപ്പോഴാണ് റിലീസായത്. പിന്നെ എങ്ങനെയാണ് കാണാതെയും ആൾക്കാർക്ക് പറയാൻ കഴിയുന്നത് സിനിമയിൽ കിസ്സിങ് ഉണ്ട് എന്നൊക്കെ? താങ്കൾ പാകിസ്ഥാനിലെ ഒരു വലിയൊരു സ്റ്റാറാണ്. അപ്പോൾ താങ്കൾ ഇന്ത്യയിലേക്ക് ഒന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ മഹേഷ് ഭട്ടിനെ പോലെ കോൺട്രവേഴ്സി ഉള്ള ഒരു ഡയറക്ടർ, കോൺട്രവേഴ്ഷ്യൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോൺട്രവേഴ്സി ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ മഹേഷ് ജിക്ക് ഈ നാട്ടിൽ വളരെ നല്ല പേരാണുള്ളത്. ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അർത്ത്, സഹം, സഡക്, ഹം ഹേ രഹി പ്യാർ കെ, അങ്ങനെ എത്ര സിനിമകൾ. സോ ഹീസ് വളരെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ബ്രില്യൻ്റ് മൈൻഡാണ്. പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിനോട് സ്നേഹമാണ്, അദ്ദേഹത്തിനോട് പ്രേമമാണ്. അദ്ദേഹത്തെ ഒരുപാട് ലൈക്ക് ചെയ്യും. ഞങ്ങളുടെ പ്രസ്സാണെങ്കിലും ഞങ്ങളുടെ ജനങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് പഠിക്കുന്നുണ്ട്. സിനിമ ഇതുവരെ റിലീസായിട്ടില്ല, സിനിമയുടെ പ്രൊമോ ഇതുവരെ റിലീസായില്ല. അതിനുള്ളിൽ തന്നെ കോൺട്രവേഴ്സീസ് തുടങ്ങി കഴിഞ്ഞല്ലോ. അതെ, നിങ്ങളല്ലേ അത് ക്രിയേറ്റ് ചെയ്തത്, മീഡിയ അല്ലേ ക്രിയേറ്റ് ചെയ്തത്. മഹേഷ് ജിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ആർക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി ആ സിനിമ പുറത്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ കാണൂ. മീര മാഡം, അതായത് ഒരു പാകിസ്ഥാനി ആക്ട്രസ് ഇന്ത്യയിലുള്ള ഒരു സിനിമയിൽ കിസ്സിംഗ് സീനിലൊക്കെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺട്രവേഴ്സി ആകില്ലേ? ഫസ്റ്റ് ഓഫ് all these allegations are baseless. There is no vulgar scene in Mahesh Bhatt film. ഇക്കാര്യങ്ങൾ കാരണമാണ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ആയത്. പ്രധാനമായും പാകിസ്ഥാനിൽ ഇത് തന്നെയാണ് കാരണം. അതായത് ഒരു പാകിസ്ഥാനി ആക്ട്രസ് ഇന്ത്യയിലേക്ക് പോയി അവിടെ ഒരു ഹിന്ദു സ്റ്റാറിനെ കിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടോ? ഇതുവരെ റിലീസായില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ കാണാന്? നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഈ സിനിമയിൽ കിസ്സിങ്ങിന്റെ സീൻ ഉണ്ടെന്ന് തന്നെ? നിങ്ങൾ പറയുന്നതിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? അല്ല, അതുപോലത്തെ സീൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയെന്ന് താങ്കളാണ് പറയേണ്ടത്. അല്ലാതെ തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മീഡിയ പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നുണ്ട് സിനിമയ്ക്കകത്ത് ഇങ്ങനെയുള്ള സീൻ ഉണ്ടെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരൂ, ആരാണത് കണ്ടതെന്ന് മാത്രം. ആ പ്രൂഫ് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിലൊന്ന് എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മീര മാഡം, എന്നെ സംബന്ധിച്ച് എവിടെങ്കിലും ഒരു ചെറിയ പുക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത് എവിടെയോ തീ ഉണ്ടെന്നാണ്.
ഈ കോൺട്രവേഴ്സീസ് ഒക്കെ കൂടുതലും അവിടെ പാകിസ്ഥാനിലാണ് തുടങ്ങിയത്. അതെ, അവർക്ക് അങ്ങനത്തെ ചില വിചാരം ഉണ്ടായിരുന്നു. അവര് ദേ വെരി റൈറ്റ്. അതായത് അവർക്ക് എന്നോട് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ആ നാട്ടുകാരിയാണല്ലോ. ഞാൻ ആ നാട്ടിലെ സ്റ്റാർ അല്ലേ. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ കാരണം മാത്രമാണ്. പാകിസ്ഥാൻ കാരണം മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോലും. എൻ്റെ രാജ്യമാണത്. എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ മദർലാൻഡാണ്. ഒരിക്കലും എൻ്റെ ബന്ധം പാകിസ്ഥാനുമായിട്ടുള്ളത് മാറാൻ പോകുന്നില്ല. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം, അവർ വളരെ പൊസസീവാണ് എൻ്റെ പുറത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ പാകിസ്ഥാനിൽ നിന്നും പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ, ലൈക്ക് ഹിന്ദുസ്ഥാനിൽ വന്ന് ജോലി ചെയ്യുന്നു, ഹോളിവുഡിൽ പോയി ജോലി ചെയ്യുന്നു, ലണ്ടൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു, പക്ഷെ ഞാൻ എന്നും പാകിസ്ഥാൻ്റെ സ്വന്തം മകളാണ്. അതൊരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും ആ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പോൾ മഹേഷ് സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് താങ്കളുടെ കൾച്ചർ കീപ്പ് ചെയ്തോ അതോ അത് കളഞ്ഞോ? ഞാൻ എന്നും എൻ്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നന്നായി ജോലി ചെയ്തു, വളരെ നന്നായി തന്നെ. അതായത് ഫൈനലി ഇൻഷാ അല്ലാ ആൾക്കാർ സിനിമ കാണുമ്പോൾ അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഞങ്ങളുടെ മൊത്തം ടീം തന്നെ, മഹേഷ് ജി, സോണി രാസ്താൻ, ഞങ്ങൾ ഒരുമിച്ച് വളരെ നല്ലൊരു സിനിമയാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിത് തുടങ്ങിയത് തന്നെ അങ്ങനെയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് 56 ഇയേഴ്സിൽ ആദ്യമായിട്ട് ഫൈനലി ഞങ്ങളൊരു കോ പ്രൊഡക്ഷൻ കൊണ്ടുവന്നു. ഇതുവരെ താങ്കൾ ഈ കാര്യം പറഞ്ഞിട്ടേയില്ല. കോൺട്രവേഴ്സി എന്നുള്ള കാര്യം എന്തിനു വേണ്ടിയാണോ തുടങ്ങിയത്? ആ സീൻ സിനിമയിൽ ഉണ്ടോ അതോ ഇല്ലയോ? അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഞാനറിഞ്ഞത് കോൺട്രവേഴ്സി ഉണ്ടായതിനു ശേഷം ഭട്ട് സാറിന് താങ്കൾ പ്രഷർ കൊടുത്ത് ആ സീൻ നീക്കിയെന്നാണ്. എന്നെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം ലഭിച്ചെന്നാണ് തോന്നുന്നത്. ഇല്ല, ഒരു മിനിറ്റ് കേക്കൂ. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതേ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ ഇത് ക്രിയേറ്റ് ഇതിൽ ചെയ്തിട്ട് ന്യായമേ ഇല്ല മാഡം. കോൺട്രവേഴ്സി എന്റെ മേലിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ തരാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങളെൻ്റെ ഇമേജ് പബ്ലിക്കിൽ, നിങ്ങളുടെ ഓഡിയൻസ്, ഞങ്ങളുടെ ഓഡിയൻസിൻ്റെ മുമ്പിൽ, അതായത് അവർക്കൊക്കെ എന്നോട് വളരെ സ്നേഹവും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് എന്നോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഒരിക്കലും എനിക്കും അവരോട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഓഫ് കോഴ്സ് അവർക്ക് എന്നിലൊരു അധികാരമുണ്ട്. അതായത് അവർ എന്നെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർ പറയും. സോ ഞാൻ എൻ്റെ ഓഡിയൻസിനത് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ ഹിന്ദുസ്ഥാനിലെ ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ സിനിമ കാണുന്നവരൊന്ന് വെയിറ്റ് ചെയ്യൂ. എൻ്റെ അടുത്ത് താങ്കളുടെ ചില പ്രസ് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത്, ഒരുപക്ഷേ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിലുള്ള ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാണെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ആക്ടിംഗ് മീൻസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. സോ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു ആക്ട്രസ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോൾസ് കിട്ടുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ചെയ്യേണ്ടി വരും. സോ എൻ്റെ കടമ ആക്ടിങ്ങിനോടാണ്. പക്ഷേ താങ്കൾ പാകിസ്ഥാനി സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സീൻസ്, അതായത് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ, അത് ഞാൻ തീർച്ചയായും ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഫിലിം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡയറക്ടർ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ചിലർ അതുപോലത്തെ സീൻസ് ചെയ്യാൻ പാടില്ലെന്ന് ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? എൻ്റെ ജോലിയാണിത്, എൻ്റെ പാഷനാണിത്. എനിക്കെൻ്റെ ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ഫുൾ ആത്മാർത്ഥതയോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആക്ടിങ് അല്ലാതെ വേറെ ഒന്നും തന്നെ അറിയില്ല. എനിക്ക് ജസ്റ്റ് ആക്ട് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. താങ്കൾ വളരെ നന്നായിട്ട് ഉത്തരവും പറയുന്നുണ്ട്. ശരി.
ഒരു ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് മൈ ബോഡി, ഇഫ് ഐ എക്സ്പോസ് ഇറ്റ് നോ വൺ ഷുഡ് ഹാവ് പ്രോബ്ലം. ആ, താങ്കൾ ഇത് പറഞ്ഞോ ഇല്ലയോ? ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ലേ എന്റെ ബന്ധം അഭിനയമായിട്ടാണെന്ന്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര കോൺട്രവേഴ്സീസ്? ഇവരുടെ പുറകിൽ എന്തിനാ ഇത്ര തീവ്രമായിരിക്കുന്നത്? ഇത് പിന്നെ നോർമലി ഇവിടെയുള്ള ബോളിവുഡ് ആക്ട്രസിനും ഇങ്ങനെ നടക്കും. പക്ഷേ വൈ ഹെയർ യു നോ? ഈ കോൺട്രവേഴ്സീസ് കൂടാൻ കാരണം പാകിസ്ഥാനിലുള്ള പത്രക്കാർ അവർ പറഞ്ഞത് കിസ്സിംഗ് സീൻസ് ഒക്കെ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യമാണെന്നാണ്. സിനിമയിൽ ഗ്ലാമറിൽ ഈ റിലീജിയസസ് ഒക്കെ വരികയാണെങ്കിൽ കോൺട്രവേഴ്സീസും കൂടും. അത് തികച്ചും ശരിയാണ്, നിങ്ങൾ പറഞ്ഞതും തികച്ചും ശരിയാണ്. ബിക്കോസ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതൊരു മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അവിടെ മുസൽമാന്മാരാണുള്ളത്. ഇറ്റ്സ് എ ഇസ്ലാമിക് കൺട്രി. സോ അവരുടെ കാര്യം പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അവര് ഒരിക്കലും തന്നെ ഇങ്ങനൊരു കാര്യം അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. അത് അവരൊരിക്കലും അലൗ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിലൊക്കെ ഈ ഐറ്റം നമ്പേഴ്സ് വരാറുണ്ട്. ഉഹും. താങ്കൾ കണ്ടു കാണും കാട്ടാൽ ലഗ പോലെയുള്ള പാട്ടുകൾ. അതെ, ഇതൊക്കെ പാകിസ്ഥാനി സിനിമകളിൽ അലോ ചെയ്യില്ലല്ലോ. ഞങ്ങൾക്ക് ബൂർഖ ഇട്ടുകൊണ്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സസ് ഞങ്ങൾ ഇടാറുണ്ട്. എക്സ്പോസിങ്ങും ഉണ്ട് അതിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദുസ്ഥാനിൽ വന്നാണ് ജോലി ചെയ്തത്. അതും ആദ്യമായിട്ട് വന്ന് ജോലി ചെയ്തു. സോ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സർപ്രൈസാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അവർക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ടായി, ഞാനിവിടെ ഹിന്ദുസ്ഥാനിൽ തന്നെ തുടർന്നാലോ എന്ന്. ചില സമയങ്ങളിൽ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ താങ്കൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ക്രിയേറ്റ് ആവുന്നത്. ഇത് ഫെബ്രുവരി 24, 2005. ഉഹും. അപ്പോൾ താങ്കൾ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ താങ്കൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതായത് വാട്ട് ഈസ് റോങ് ഇൻ ഗീവിംഗ് എ കിസ്സിംഗ് സീൻ? ഇല്ല, അങ്ങനൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. താങ്കൾ പറയാത്ത കാര്യവും ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്യാറുണ്ടോ? ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അത് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ആയതാണോ? മീര മാഡം പറയൂ, സിനിമകളിൽ കിസ് ചെയ്യുന്നത് അതുപോലത്തെ സീനിലൊക്കെ അഭിനയിക്കുന്നത് ഇസ്ലാമിനെതിരാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ, തീർച്ചയായും ഞാനത് മാനിക്കുന്നു ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. എൻ്റെ അമ്മയ്ക്കാണേലും എൻ്റെ അച്ഛനാണേലും എനിക്കാണേലും ഇസ്ലാമിനോടാണ് ബന്ധം. സയ്യദ് ഷിയയാണ് ഞങ്ങളുടെ ഫാമിലി. സോ എൻ്റെ പേരൻസ് ഒരിക്കലും അതൊന്നും അലൗ ചെയ്യില്ല. ഞാനങ്ങനെ സ്ക്രീനിൽ കിസ് ചെയ്യാനൊന്നും. ഇസ്ലാമിലെ ആക്ടിംഗ് പോലും പാപമാണെന്നാണ് പറയുന്നത്. താങ്കൾ ഒരു പാപം ചെയ്യുന്ന സമയത്ത് മറ്റൊരു പാപം കൂടി ചെയ്യൂ. നോക്കൂ, ജോലിയെയും മതത്തിനെയും കൂടി നിങ്ങൾ മിക്സ് ചെയ്യരുത്. എൻ്റെ ജോലി എനിക്ക് ദൈവികമാണ്. ഞാൻ എൻ്റെ ജോലി വളരെ ദൈവികമായിട്ടാണ് ഞാൻ ചെയ്യുന്നതും. സോ പ്ലീസ് നിങ്ങളിത് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. നിങ്ങൾ ആ കിസ് സീന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചേക്കുന്നേ. അല്ല വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറയാൻ ഭ്രാന്തൊന്നുമില്ലല്ലോ. നിങ്ങൾ കാരണം തെറ്റ് സംഭവിച്ചു മാഡം. പ്ലീസ് നിങ്ങളത് സമ്മതിച്ചേക്കി. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സൽമാൻ ഖാൻ പറയുന്നത് പോലെയുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് വളരെയധികം റിസംബ്ലൻസ് ഉണ്ട്. സോ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഞാനത് സമ്മതിക്കുന്നില്ല? ഐ ഡിഡ് നത്തിങ് റോങ്. പാകിസ്ഥാനിൽ ഇതുപോലെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന പലരും ഉണ്ട്. താങ്കൾ അവരെ പോലെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇതവിടെയുള്ള ന്യൂസ് പേപ്പറിൽ വന്നു വരുന്നെങ്കിൽ കഴിഞ്ഞാൽ വന്നോട്ടെന്നേ, നമുക്കെന്ത് വ്യത്യാസം ഉണ്ടാവാൻ അതിനകത്തൊക്കെ? സിനിമ പുറത്തിറങ്ങിയാൽ ആൾക്കാർ കാണും. ഹിന്ദുസ്ഥാനിലെ ഓഡിയൻസ് ഇതെല്ലാം കാണും, നമ്മുടെ ഓഡിയൻസ് ഇതെല്ലാം കാണും, പിന്നെ പാകിസ്ഥാനിലെ ഓഡിയൻസ് ഇത് കാണും. താങ്കളുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. തീർച്ചയായും ആശംസകളെല്ലാം വേണം. ഹിന്ദുസ്ഥാനിലെ ആദ്യത്തെ സിനിമയാണ് എൻ്റെത്, മഹേഷ് ജിയുടെ കൂടെ. പിന്നെ ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കാണാൻ പോന്നു. അങ്ങനെ ഇൻഷാ അല്ലാ പാകിസ്ഥാനിലെ ആളുകളെപ്പോലെ ഇവർക്കും എന്നോട് സ്നേഹം ഉണ്ടാവട്ടെ.